ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷാനവാസ് ഒരുപാട് തകർന്നിരിക്കുക, ഒരുപാട് വിഷമിച്ചിരിക്കുക. ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കുന്നില്ല. 1-2 ഇൻ്റർവ്യൂ കൊടുത്തു, സ്റ്റാർ സിംഗറിൽ വന്നു. അതുപോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് ഇപ്പം നമ്മുടെ ഷാനവാസ് നയിക്കുന്നത്. ഷാനവാസിനെ നമ്മൾ ഇപ്പോൾ അതിന് ശേഷം കണ്ടപ്പോൾ മുഖത്ത് ഭയങ്കര ഫീലിങ്സ് ഉണ്ട്. എന്തോ മൂപ്പർക്ക് എന്തോ തോൽവി അംഗീകരിക്കാൻ പറ്റാത്തൊരു മനസ്സ് ഷാനവാസിനുണ്ട്. അത് നമുക്ക് മുഖത്ത് വായിച്ചെടുക്കാം. നമ്മുടെ സ്റ്റാർ സിംഗറിൽ വന്നിട്ട് വളരെയധികം മ്ലാനിയായിട്ട് ഒരു അക്ഷരം മിണ്ടാണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാണ്ട് ഒതുങ്ങിയിരിക്കുക. അതുപോലെ തന്നെയാണ് ഇരിക്കും നമ്മുടെ അനീഷ് പിന്നെ ക്യാരക്ടർ തന്നെ അങ്ങനെയാണ്. പക്ഷേ ഷാനവാസിൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല. തോൽവി അംഗീകരിക്കാൻ പറ്റാണ്ട്, ആൾക്കാരെ മുഖത്ത് നോക്കാൻ പറ്റാണ്ട് ഒരുപാട് സങ്കടത്തിലാണ് ഷാനവാസിൻ്റെ ജീവിതം നടക്കുന്നത്. അതിന് കാരണമുണ്ട്. ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ്റെ പോലെ അല്ലെങ്കിൽ മാരാരുടെ പോലെ ഒരു വിന്നറാവേണ്ട ഒരു മത്സരാർത്ഥിയാണ്. ആ വിന്നറാവേണ്ട മത്സരാർത്ഥി 3-ാം സ്ഥാനത്ത് പോയതിൽ ഒരുപാട് വിഷമം ഷാനവാസിൻ്റെ കുടുംബക്കാർക്കുണ്ട്, ഷാനവാസിൻ്റെ നാട്ടുകാർക്കുണ്ട്. ഷാനവാസിന് അതിനേക്കാൾ ഏറെയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽസാണ് നമ്മുടെ ഷാനവാസ്. ആ ഷാനവാസ് 3-ാം സ്ഥാനത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അനുമോളേനൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാനവാസ്. ഷാനവാസ് എന്ന് പറഞ്ഞാൽ നല്ല ജനപിന്തുണയിലാണ് അത് വന്നത് തന്നെ. അപ്പോൾ എന്നിട്ട് ആ വ്യക്തി 2-ാം സ്ഥാനത്ത് പോലും നിൽക്കാണ്ട് 3-ാം സ്ഥാനത്ത് പോയി. ഒന്നാമത്തെ കാര്യം, ഷാനവാസിന് ബിഗ് ബോസിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ബിഗ് ബോസ് ഷോയുടെ ഒരു എപ്പിസോഡ് പോലും മൂപ്പര് കണ്ടിട്ടില്ല. പെട്ടെന്ന് വിളി വന്നു, കാശിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ട്, പെട്ടെന്ന് കയറിപ്പോയ ഒരാളാണ്. ഒരു PR എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു 10 പൈസ കൊടുത്തിട്ടില്ല. ആ ഭാഗത്തു നിന്നൊന്നും ഒരു സഹായം ഷാനവാസിന് കിട്ടിയില്ല. ഷാനവാസിന് കിട്ടിയത് ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന യൂട്യൂബർമാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ഒരുപാട് നല്ല ഫോളോവേഴ്സുള്ള വീഡിയോകളൊക്കെ അവൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ എടുത്തിട്ട് നമ്മളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെ ചില ഒറ്റപ്പെട്ട ഈ പുകഴ്ത്തലുകൾ മാത്രമാണ് ഷാനവാസിന് ഉണ്ടായിട്ടുള്ളൂ. ഷാനവാസിന് വന്നുള്ള വോട്ടുകളൊക്കെ ജെനുവിൻ വോട്ടുകളാണ്. കാരണം ഷാനവാസിന് ഒരു PR ഇല്ല, സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന, ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ, ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന അനുമോളേനേക്കാളും അനീഷിനേക്കാളും ഒരുപാട് കൂടുതൽ ജനങ്ങൾ ഷാനവാസിന് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്നും വോട്ടുകളില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവർക്കും ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഷാനവാസ് ഒരുപാട് സങ്കടത്തിലാണ്, ഒരുപാട് വിഷമത്തിലാണ്. 3-ാം സ്ഥാനത്ത് ഇരിക്കുന്ന ആ ഒരു മെറ്റീരിയൽസ് അല്ല ഷാനവാസ്. നല്ല സ്വഭാവത്തിന് ഉടമയാണ്. സ്വല്പം മുൻകോപം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ.